എന്തുമാത്രം ഗുണപാഠമുള്ള ഒരു ദുആയാണിത്. അടുത്ത വാചകം നോക്കൂ. വഅൻ അഅ്മല സാലിഹൻ തർദാഹ്. വഅൻ അഅ്മല, ഞാൻ പ്രവർത്തിക്കുവാനും, സാലിഹൻ, നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും എനിക്ക് തൗഫീക്ക് തരണം. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് തൗഫീക്ക് തരണം. എങ്ങനത്തെ സൽക്കർമ്മമാണ്? എന്തെങ്കിലും ആണ് ചെയ്തിടലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തർദാ, നീ തൃപ്തിപ്പെടുന്ന വിധത്തിൽ സൽക്കർമ്മം ചെയ്യാനും നീ എനിക്ക് തൗഫീഖ് തരണേ. നമ്മൾ സൽക്കർമ്മാന്ന് വിചാരിച്ച് ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് അള്ളാഹ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ, റബ്ബ് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ, റബ്ബിന്റെ പൊരുത്തം കിട്ടുന്നില്ലെങ്കിലോ പിന്നെന്താ കൊണ്ട് കാര്യം? അമല് ചെയ്യലല്ല, അമല് സ്വീകരിക്കപ്പെടലാണ് പ്രധാനം. ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് അമല് ചെയ്യുന്നുണ്ടോ എന്നാണ് അള്ളാഹ് നോക്കുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ബാക്കി എന്താ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അയ്യുക്കും അക്സറു അമല എന്നല്ല, അയ്യുക്കും അക്സറു അമല എന്നാണോ? അഹ്സനു അമല, ഏറ്റവും നല്ല രൂപത്തിലുള്ള അമല്. അത് പറഞ്ഞാൽ അള്ളാഹിനെ സ്വീകരിക്കല. അള്ളാഹ് ഒരു അമല് സ്വീകരിക്കണമെങ്കിൽ അതിന് രണ്ട് ഉപാധി ഉണ്ട്, അത് പൂർത്തിയാവണം. ഒന്ന് ഇഖ്ലാസ്. അള്ളാഹു ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് തൃപ്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഉപാധി ഇഖ്ലാസ് ആണ്. ഇഖ്ലാസിൽ ഈമാനും പെട്ടു. ഈമാനും ഇഖ്ലാസുമാണ് ഒന്നാമത്തെ ഉപാധി. യഥാർത്ഥ വിശ്വാസിയാവണം, തൗഹീദ് ഉണ്ടാവണം, റബ്ബിന് വേണ്ടി മാത്രമായിരിക്കണം, ആളുകളെ കാണിക്കാനോ പേരിനോ പ്രശസ്തിക്കോ ഒന്നും ആവരുത്, സമ്പൂർണമായും അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. ഒന്നാമത്തെ ഉപാധി. രണ്ടാമത്തെ ഉപാധി മുതാബഅത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റണം. എനിക്ക് ഇഖ്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദീനിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അതാണ് ഇതാണ് പുണ്യമാണ് ദിക്റാണ് സ്വലാത്താണ് നോമ്പാണ് നിസ്കാരാണെന്ന് പറഞ്ഞിട്ട് നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും ഒന്നും ആര് തൃപ്തിപ്പെടൂല? അള്ളാഹു തൃപ്തിപ്പെടൂല. അള്ളാഹ് തൃപ്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അത് അള്ളാന്റെ റസൂലിലൂടെ പഠിപ്പിച്ച നിയമമായിരിക്കണം, അല്ലാത്തത് പറ്റൂല. എനിക്ക് നല്ല ഇഖ്ലാസില്ലേ, എനിക്കിതുകൊണ്ട് ദുന്യാവൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, ആഖിറത്തിൽ കൂലിട്ടണച്ചിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നത്, ആ ന്യായമൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ചെയ്യുന്ന കാര്യത്തിന് ഇസ്ലാമിൽ എന്ത് വേണം? അഡ്രസ്സ് വേണം. ആ അഡ്രസ്സ് എന്ന് പറയുന്നത് അള്ളാന്റെ റസൂലിലൂടെ വഴിയിലൂടെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ്. അതാ അതിലെ അഡ്രസ്സ്. അല്ലാതെ ഭൂരിപക്ഷം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ന നാട്ടിൽ ചെയ്യുന്നുണ്ടോ അതൊന്നുമല്ല ഒരു കാര്യം പ്രമാണമാകുവാനുള്ള മാനദണ്ഡം. നമുക്ക് ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടി നിയുക്തനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണോ എങ്കിൽ ഓക്കെ, അത് ഇഖ്ലാസോടെ ചെയ്താൽ പരലോകത്ത് സ്വീകാര്യത കിട്ടും. അതാണ് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞത്, വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ فأولئك كان سعيهم مشكورا. ومن أراد الآخرة, ആരെങ്കിലും ആഖിറത്തെ ഉദ്ദേശിച്ചാൽ, പരലോകത്ത് കൂലി കിട്ടണം എന്നുള്ള നിലക്ക് ഒരാള് ഉദ്ദേശം വെച്ചാൽ തീർന്നോ? തീർന്നില്ല. വസഅലഹ, ആ പരലോകത്തിന് വേണ്ടി അവൻ അധ്വാനിക്കുകയും ചെയ്താൽ, എങ്ങനത്തെ അധ്വാനം അധ്വാനിക്കണം? സഅയഹ, പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അധ്വാനങ്ങൾ എന്താണെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ ചെയ്യണം. എങ്ങനെ? വഹുവ മുഅ്മിനുൻ, ഈമാൻ അടിത്തറയായിട്ടുണ്ടാവുകയും വേണം. കാഫിറിന്റെ അമലിന് സ്വീകാര്യതയില്ല, മുശ്രിക്കിന്റെ അമലിന് സ്വീകാര്യതയില്ല. ഇതൊക്കെ ഒത്തിട്ടൊരാൾ അമൽ ചെയ്താൽ ഫൗലായിക, അപ്പോൾ അക്കൂട്ടർ, കാന സഅയുഹും മഷ്കൂറാ, അവരുടെ അധ്വാനം അല്ലാഹു വളരെ നന്ദിയോടെ അതൊക്കെ സ്വീകരിച്ചവർക്ക് വലിയ പ്രതിഫലം കൊടുക്കും. അപ്പൊ അള്ളാഹ് പൊരുത്തപ്പെടുന്ന നിലക്ക് അമല് ചെയ്യാനുള്ള തൗഫീഖ് വേണം എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും ചെയ്തിടലല്ല. അപ്പൊ നമുക്കൊക്കെ വല്ല ബേജാറുണ്ടോ? നമ്മൾ സമാധാനിക്കുന്നു,
ഇസ്ലാം കാര്യങ്ങളിലെ എല്ലാ കാര്യവും ഇപ്പം ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ്. എൻ്റെ തൗഹീദ് ഓക്കെയാണ്. പിന്നെ നിസ്കാരം, നോമ്പ്, റമളാനായ നോമ്പെടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കലുണ്ട്, ഹജ്ജിനും ഉംറക്കൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ സമാധാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് അവിടെ അക്സെപ്റ്റ് ആയോ അതോ റിജക്റ്റ് ചെയ്തോ? അള്ളാഹു താല സ്വീകരിച്ചോ ഇല്ലേ? ആർക്കത് അറിയാം? അള്ളാഹ് പൊരുത്തപ്പെട്ടോ ഇല്ലേ? ആർക്കാ അറിയാം? അതാണ് ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം തേടുന്നത്. അല്ലാഹുവേ, നീ തൃപ്തിപ്പെടുന്ന സാലിഹായ അമൽ ചെയ്യാനും നീ എനിക്ക് തൗഫീഖ് തരണേ.